കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ലോന്റെ ചാപ്റ്റർ 341 സോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണം, കാരണം അവസാനം ക്യാപ്റ്റൻ യാമിനെ കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു സീക്രറ്റ് വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റിയൂസൺ സെവനിലെ 3 പേരെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആളുടെ പേര് ജോസോ ഹാനെ എന്നാണ്, നടുക്കുള്ളത് ഡൈസമോൺ എന്നാണ്, ആൻഡ് ദ ലാസ്റ്റ് വൺ കൊമാരി ഇമാരി എന്നാണ്. പിന്നെ കാണിക്കുന്നത് അവർ 3 പേരും കൂടെ ആ സ്റ്റേനെ വലിച്ചു കീറുന്നതാണ്. നമ്മുടെ ഡൈസമോൻ അവിടെ പറയുന്നുണ്ട്, സോ റിയൂസൺ പറഞ്ഞ ഫോറിനർ നീയാണല്ലേ, കൊള്ളാം കൊള്ളാം കൊള്ളാം, ലാൻഡ് ഓഫ് ദി സണ്ണിലേക്ക് നിനക്ക് സ്വാഗതം. പക്ഷെ ഇത് പറയുന്നത് ആസ്റ്റയുടെ ബോധം പോയി കിടക്കുവാണ്. അതേസമയം തന്നെ നമ്മുടെ കൊമാരി ഇമാരി അവിടെ ആസ്റ്റയുടെ മുടിയെ നോക്കി നിൽക്കുവാണ്. ആസ്റ്റയുടെ വളരെയധികം ക്യൂരിയസോടാണ് പുള്ളിക്കാരി കാര്യം ചോദിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരുടെയും മുടി ഇതുപോലെയാണോ? കാരണം എന്റെ മുടി ഞാൻ ഡൈ ചെയ്തതാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കുറെ അധികം കളേഴ്സ് ഉണ്ട്, ഓറഞ്ച്, സിൽവർ, അങ്ങനെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ഇത് കേൾക്കാൻ നേരത്തെ നമ്മുടെ ഇമാരി നന്നായിട്ട് എക്സൈറ്റഡ് ആകുന്നുണ്ട്. ഇമാരി, നീ എന്ത് ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്? നീ ഒരു നിഞ്ച എന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇത്രയധികം മേക്കപ്പും ഇങ്ങനത്തെ ഉടുപ്പൊക്കെ ആണെങ്കിൽ നിനക്ക് ഒരിക്കലും ഒളിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പൊ തന്നെ പുള്ളിക്കാരി നമ്മുടെ ജോസോക്ക് പറയുന്നുണ്ട്, നീ എന്ത് കോപ്പാണ് പറയണം, നിന്റെ മുഖംമൂടിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജോസോച്ചി. എന്തിനാണ് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കണം? നമുക്ക് ഇവിടെ ചിരിച്ചും കളിച്ചൊക്കെ നിന്നാൽ പോരെ. അപ്പൊ പുള്ളിക്കാരൻ ഇതൊക്കെ കേൾക്കാൻ നിർത്തി വന്നുടനെ എംബാരസ് ആകുന്നുണ്ട്, കാരണം ആസ്റ്റയുടെ ഫ്രണ്ട് വെച്ചാണ് ഇതെല്ലാം പറയുന്നത്. അവർ 3 പേരും കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും അവിടെ നിൽക്കുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ റിയൂസൺ ആസ്റ്റയോട് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഇവിടെയുള്ളവർ എല്ലാവരും എന്ത് ഫണ്ണിയാണെന്ന് നോക്കണേ. പിന്നെ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ബിസിയാണെന്ന്, പക്ഷെ എന്നിട്ട് നിങ്ങൾ ഞാൻ വിളിച്ചപ്പോൾ തന്നെ വന്നല്ലോ ഇവനൊന്ന് ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി. എല്ലാവർക്കും താങ്ക്സ്. റിയൂസൺ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? റിയൂസണിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാൻ തയ്യാറാണ്, അത് ഓർത്ത് പേടിക്കേ വേണ്ട. ആസ്റ്റയുടെ അവർ പറയുന്നുണ്ട് നമുക്ക് വീണ്ടും ചെയ്താലെന്ന്. ആസ്റ്റയായിട്ട് അത് കേട്ട് നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനും വീണ്ടും ട്രെയിനിലേക്ക് കിടക്കും. പക്ഷെ നമ്മുടെ ആസ്റ്റയ്ക്ക് അവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരെല്ലാവരും കൂടെ നമ്മുടെ ആസ്റ്റനെ വലിച്ചിട്ട് കയറുവാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഒരു റിവറിന്റെ സൈഡിൽ വന്ന് കിടക്കുവാണ്, മാനത്തട്ട് നോക്കിക്കൊണ്ട്. സത്യം പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ആരും തന്നെ മാജിക് യൂസ് ചെയ്യുന്നില്ല. അല്ല, മാജിക് എന്ന് പറയാൻ പറ്റുന്നില്ല, എല്ലാവർക്കും യുജുട്സു ഉണ്ട്. എന്നിട്ടും ഇവിടെയുള്ള എല്ലാവരും എന്ത് പവർഫുൾ ആണെന്ന് നോക്കിയേ. അതും പോരഞ്ഞിട്ട് അവർക്ക് ആ സെറ്റനും ഉണ്ട്, അതിന്ന് കിടിലമാണ്. അവർ 4 പേരുമായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായി. ഈ സെറ്റൻ എന്ന് പറയുന്നത് പല തരത്തിലാണ്, ഓരോരുത്തർക്കും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഒരു സ്റ്റൈല് വെച്ച് സെറ്റന്റെ അത് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഒരാൾക്ക് 100 ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 50 വെച്ച് 2 അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്, 5 വട്ടം 20 വെച്ച് അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് എന്റെ ഓപ്പണൻസിന്റെ ഫ്രണ്ടിലേക്ക് ഒരു ഓപ്പണിംഗ് പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല. സെറ്റിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര പാടാണ്. എനിക്കിത് എങ്ങനെ ചെയ്ത് തീർക്കാന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ലാൻഡ് ഓഫ് സൺ എന്നാണ് വിളിക്കണമെങ്കിലും ഈ കൺട്രി എപ്പോഴും ഇങ്ങനെ മൂടിയാണല്ലോ കിടക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യുമായിരിക്കും? ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമായിരിക്കും. പെട്ടെന്നാണ് നമ്മുടെ ഈ ചിക അവിടേക്ക് നടന്നു വന്നത്. ആ സ്റ്റെപ്പ് ഈ ചിക്കടുക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ എന്തോ വിളിക്കണ്ട, മിസ് ഈച്ചിക്കെന്ന് വിളിക്കണോ അതോ ലേഡി കിഡെന്ന് വിളിക്കണോ? എനിക്ക് 18 വയസ്സുണ്ട്, നിനക്ക് എത്ര വയസ്സ്? പക്ഷെ നമ്മുടെ ഈച്ചിക്കൊക്കെ 24 വയസ്സുണ്ടായിരുന്നു. ആസ്റ്റ വിചാരിച്ചിരുന്നത് അവർ 2 പേരും ഒരേ പ്രായമാണെന്നാണ്. പുള്ളിക്കാരി പറയുന്നുണ്ട്, എന്റെ ലുക്ക് കണ്ട് ഞാൻ ഒരു കുഞ്ഞാണെന്ന് കരുതുവാണോ നീ? അയ്യോ അങ്ങനെയൊന്നുമല്ല, നീ ഇപ്പോഴും എങ്ങാട്ടല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാനൊന്നും ചെറുതായത് പൊക്കിയതല്ലേ, നീ കാര്യം മനസ്സിലാക്കുക. ഞാൻ വന്നത് റിയൂസാൻ നിന്നെ നോക്കാൻ എന്നെയാണ് ഇപ്പൊ ഏൽപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പൊ റിയൂസാൻ എന്ത്? റിയൂസാൻ നമുക്ക് കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലെങ്കിലും പുള്ളിക്കാരൻ വളരെയധികം ബിസിയാണ്. പുള്ളിക്കാരനല്ല ഇവിടുത്തെ എല്ലാം, പുള്ളിക്കാരനെ ഇവിടുത്തെ ഗവൺമെന്റ് നോക്കുന്നത്, ഇവിടുത്തെ സ്റ്റേബിലൈസേഷൻ എല്ലാം ചെയ്യുന്നത് പുള്ളിയല്ലേ. റിയൂസന്റെ വലത്തെ കണ്ണുകൊണ്ട് പുള്ളിക്കാരി ടെൻജൻസ് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പൊ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരന്റെ വലത്തെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ആസ്റ്റ് ഇത് കേൾക്കാനത് വളരെയും ക്യൂരിയസ് ആയിട്ട് പറയുന്നുണ്ട്, അത് കൊള്ളാലോ, അതെന്തൊരു പവറാണെന്ന് നോക്കണേ. റിയൂസാനൊന്നും കുറച്ച് കാണിയുന്നില്ല, പുള്ളിക്കാരൻ യൂറോക്ക് പോലും ഇല്ല, എന്നിട്ടും പുള്ളിക്കാരൻ ടെൻഡൻസി യൂസ് ചെയ്ത് ഈ നാട് മുഴുവൻ മര്യാദയൊക്കെ കൊണ്ടു നടത്തുന്നില്ല. പുള്ളിക്കാരെ പോപ്പുലാരിറ്റിയും പുള്ളിക്കാരന്റെ വിസ്റ്റം ഒക്കെ ഈ നാടിനെക്കാണ്ട് മുകളിലാണ് നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ റിയൂവിനെ പറ്റി പറഞ്ഞു തുടങ്ങിയ ഈ ചിക്കക്ക് പിന്നെ കടക്കാനേ പറ്റത്തില്ല. പുള്ളിക്കാരി ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ റിയൂസൻ എന്തായാലും നല്ല മാഗ്നിഫിഷ്യന്റ് ആണ്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ട്രെയിൻ ചെയ്യാൻ ഒരാഗ്രഹവും ഇല്ലെങ്കിലും റിയൂസൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യുന്നത്. ലാസ്റ്റ് ഇപ്പൊ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, റിയൂസൻ എന്ന് പറയുന്നത് നിനക്ക് ജീവൻ പോലെയാണ്, നിനക്ക് സ്വന്തം ജീവൻ കൊടുത്തും പുള്ളിക്കാരനെ വിശ്വസിക്കാം. അതെ, പുള്ളിക്കാരൻ ഇവിടുത്തെ ഷോഗൻ മാത്രമല്ല എന്റെ ഒരു ബെനഫാക്ടർ കൂടിയാണ്. പുള്ളിക്കാരൻ എന്നെ കുറെ വട്ടം രക്ഷിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ക്യാപ്റ്റൻ യാമയുടെ ഫ്രണ്ടും ക്യാപ്റ്റൻ യാമയുടെ സിസ്റ്ററും അടിപൊളിയാണ്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേരുടെ കീ ഏകദേശം ഒരേപോലെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻ യാമയാണ് എന്നെ ആദ്യമായിട്ട് അക്നോളജ് ചെയ്തത്. എന്റെ കഴിവുകളൊക്കെ മനസ്സിലാക്കുന്നത് പുള്ളി തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വളരാനായിട്ടൊരു വഴി ഇട്ട് തന്നത് പുള്ളിയാണ്. എന്റെ ബെനിഫിറ്റ് അതുകൊണ്ട് നമ്മുടെ യാമി തന്നെയാണ്. കയ്യിലിരിപ്പൊക്കെ ഇടക്ക് ചെറുക്കിയ വിടക്കാണെന്നുണ്ടെങ്കിൽ നിന്റെ ചേട്ടൻ ഞങ്ങളുടെ ബ്ലാക്ക് ബുൾസിലെ ക്യാപ്റ്റനാണ്. അതുകൊണ്ട് ഞങ്ങളെ എല്ലാവർക്കും ഭയങ്കര അധികം വിശ്വാസമാണ്. മതി, നിർത്ത്, ഇനിയൊന്നും നീ എന്നോട് പറയണ്ട. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അയാളെ കുറിച്ച് എന്റെ ഇടയ്ക്കൊന്നും പറയേണ്ടെന്ന്. ഏത് ക്യാപ്റ്റൻ യാമിനെ കുറിച്ചോ? അതെന്താണ്? അതിന്റെ ബ്രദറല്ലേ? അവനെ കുറിച്ച് അറിയാൻ എനിക്ക് ക്യൂരിയോസിറ്റി ഒന്നുമില്ലേ? യാമിയും കണ്ട് പറഞ്ഞത് കപ്പലിൽ നിന്ന് എന്തോ അപകടം പറ്റി അങ്ങനെ കണ്ടാണ് ക്ലോർ കിങ്ഡത്തിലൊക്കെ എത്തിയെന്ന് അങ്ങണ്ടാണ്. അതെന്തോ ആയിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല.
അപ്പൊ അവൻ നിന്നോട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്. ആ മനുഷ്യൻ ഒരു നായക്ക് സമമാണ്. എനിക്ക് അവനെ കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ല, അവനെ കുറിച്ച് കേൾക്കുന്നത് ഇഷ്ടമല്ല. ആസ്റ്റ് ഇത് കേൾക്കാൻ നേരത്ത് ഞെട്ടിപ്പോകും. പെങ്ങളാണ് അതൊക്കെ സംഭവിച്ച്. ക്യാപ്റ്റൻ യാമിയും കുറച്ച് ക്രേസിയാണ്, പക്ഷെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പെട്ടെന്നായിരുന്നു ഈ ചിക്ക ആ ഒരു സത്യം നമ്മുടെ ആസ്റ്റയോട് പറയുന്നത്. അവൻ ഞങ്ങളുടെ കുടുംബം എന്നല്ല, ഞങ്ങളുടെ ക്ലാൻ തന്നെ കൊന്നിട്ട് പോയവനാണ്. എന്നിട്ട് അവിടുന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുവാണ്. നമ്മുടെ ഈ ചിക്ക കുഞ്ഞായിരുന്നപ്പോ യാമിയുടെ അടുത്തേക്ക് ഓടി വരുന്നതാണ് കാണുന്നത്. ഈ ചിക്ക എന്റെ അടുത്ത് തന്നെ നിന്നോണം, നീ വഴി തെറ്റിയൊന്നും പോയേക്കല്ലെന്ന് നമ്മുടെ കുട്ടി യാമി ഈ ചിക്കടക്ക് പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനോട് അവസാനിക്കുന്നത്.